ഹലോ എന്റെ ദൈവമേ, എവിടെല്ലാം നടന്നെന്നറിയോ ഒരു പാളയ്ക്ക് വേണ്ടിയിട്ട്. എന്റെ മോന്റെ കൊച്ചിനെ കടത്തി കുളിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആദ്യത്തെ പ്രസവം കേട്ടോ. പൊന്നോ, ഇതാരാടാ? സാറല്ലേ പറഞ്ഞാൽ പാമ്പനെ പിടിക്കാൻ വന്ന വീട്ടില്. പൊന്നു സാറേ, അന്ന് പിടിച്ചരാൻ കാട്ടി മുറ്റരേന ഇവിടെ ഉണ്ട്. സാറേ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പാമ്പ് പ്രസവിക്കുവോ? പ്രസവിക്കും. അതേത് പാമ്പ് സാറേ? ചെളിക്കുട്ട. ചെളിക്കോട്ടായാലും മണ്ണാക്കട്ടായാലും. സാറേ, ഞാൻ ചോദിച്ചോട്ടെ, ഈ പാമ്പ് യൂട്യൂബ് നോക്കിയാണോ പ്രസവിക്കുന്നേ? കഴിഞ്ഞ ആഴ്ച അറിയില്ല. ഇല്ലായിരുന്നല്ലേ? ഇന്ന് ഇവിടെ വിഷമുള്ളൊരു പാമ്പുണ്ട്, എന്റെ മരുമോള്. അവള് യൂട്യൂബ് നോക്കി പ്രസവിക്കാൻ നടക്കുവാണ്. മനസ്സിലായോ? ഇത് എന്തൊരു ഭ്രാന്താന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അതല്ല ഞാൻ ആലോചിക്കുന്നത്, ഈ കൊച്ചു പ്രസവിച്ചതിന് ശേഷം ഈ പാളയെ കടത്തി കുളിപ്പിക്കുവോ, യൂട്യൂബിൽ കയറ്റി കുളിപ്പിക്കുവോ, ഈ വാഷിംഗ് മെഷീനിൽ കുളിപ്പിച്ച് ഞെറക്കുവോ? കാരണം ഇന്നത്തെ കാലം അതാ അറിയാൻ പറ്റത്തില്ല. ഈ പെണ്ണി യൂട്യൂബിൽ നോക്കി പ്രസവിക്കുന്ന സമയത്ത് നെറ്റെങ്ങാനും കട്ടായി അവളെ ഊപ്പാടും മതവും വരും. ഇങ്ങനെയുണ്ടോ ഒരു യൂട്യൂബ് ഭ്രാന്തി? അയ്യോ അയ്യോ, എന്റെ പൊന്നെ, എന്റെ ദൈവമേ, ഇതെന്തുവാ വേണ്ട ഈ കാണിക്കുന്നത്? എടാ വേണ്ട, നടാനുള്ള ചേമ്പും ചേന കാച്ചുള്ള തലച്ചൊമ്പന്നോ നിൽക്കുന്നത്. നിനക്കെന്താ പ്രാന്താടി നിനക്ക്? എന്റെ അമ്മയെ ഞാൻ ഇന്നലെ യൂട്യൂബിൽ കണ്ടായിരുന്നു. എന്താന്ന്? ഗർഭിണികൾ വെയിറ്റ് എടുക്കുന്നത് നല്ലതാന്ന്. കലയ്ക്ക് ഓളം കേട്ടോ. ഒന്നീ കളരിക്ക് പുറത്ത്, അല്ലേ ആശ എന്റെ മയ്യത്ത്. മയ്യത്തെന്നല്ലേ, നെഞ്ചത്തെന്നല്ലേ? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മയ്യത്ത് എടുക്കും ഇത്. അല്ല, ഇങ്ങനെ ആരെങ്കിലും ചുമക്കുവോ? എന്റെ പൊന്നു മോളെ, നീ ചുമക്കുന്നു എന്റെ അമ്മാവി അമ്മ, അതായത് എന്റെ അമ്മാവി അമ്മയുടെ അമ്മ. ഇവരങ്ങാണം ഇത് കണ്ടോണ്ട് വന്ന ഇവിടെ പ്രസവം എടുക്കാൻ വന്നതാ. എന്റെ നെഞ്ചത്ത് കുതിര കയറത്തില്ലയോ? ഇവരാണെ പേരെടുക്കാനെന്ന് പറഞ്ഞാ വന്നത്. പക്ഷെ 24 മറ്റോളം തീറ്റ എടുത്തോണ്ടിരിക്കും. കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് അറിയാവോ, എലിയെ കൊല്ലാൻ വേണ്ടി 4 കേക്കിനകത്ത് വിഷം തേച്ച് വെച്ചിട്ട് മണത്ത് പോയി തിന്ന കളവിയാണ്. മനസ്സിലായില്ല? എന്നിട്ട് അവർക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ എലിയെല്ലാം ചത്തുപോയല്ലേ? എങ്ങനെ ചാവാതിരിക്കും? പട്ടിണി കിടന്ന ഏത് എലിയാവും ചാവത്തില്ല. അതിന് വല്ല ഉണ്ടോ? എടാ, ഒരു തേങ്ങാ കൊത്ത് പോലും ആ എലിക്ക് കൊടുക്കത്തില്ലെന്ന്. എന്റെ അമ്മാമ്മയുടെ ശബ്ദം. അമ്മാമയാണ് ശബ്ദമോ? അമ്മാമ നാട്ടിലെ മേളിൽ ഇരിക്കുവാടി. അയ്യോ, എന്റെ അമ്മാമേ പോട്ടടിച്ചേ, എന്റെ അമ്മാമേ പോട്ടടിച്ചേ. നീ എന്റെ വഴി എടുത്തത്. അയ്യോ, എന്നെ കൊലയാളിയാക്കല്ലേ. ഞാൻ എന്റെ അമ്മാമയെ നുള്ളിപ്പോലും നോവിച്ചിട്ടില്ല. എടി വള്ളിക്കൊട്ട, നീയാ ചോദിച്ചോണ്ടിരിക്കുന്നത്. മക്കളെ, എടാ പെയിന്റ് ഇരുത്തിച്ച് വേണം ഇത് പിടിച്ചിറക്കണം ഇതിനെ. എന്റെ ദൈവമേ, ഇതിനകത്തോ? പെതുക്കെ 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 പിടിച്ചിറക്ക മക്കളെ. അങ്ങോട്ട് വെക്ക്, ഇങ്ങോട്ട് ഇങ്ങോട്ട് വെക്ക്. മതി, പോയി പെയിന്റ് ചെല്ലി, പോയി പിടിച്ചിറക്ക്. എന്നാലും എന്റെ അമ്മാമെ, നിങ്ങൾ എപ്പോ ഇതിനകത്ത് വന്ന് കേറിയത്? കുരുത്തം കെട്ടവളെ, കാലത്തെ ഒരു ചിരി പഴങ്കഞ്ഞി എടുത്ത് കുടിച്ചേച്ച് ചൂരത്തൊട്ടിൽ കിടന്നുറങ്ങിയ എന്നെ നമ്മളാണ് ഈ ചുമതരച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. ചൂരത്തൊട്ടിലോ? നാട്ടിൽ ഈ കിടക്കുന്ന സാധനം ഇത് കെട്ടുതാലല്ല തൂക്കിയിട്ടോണ്ട് കിടക്കാൻ. കണ്ണ എടുത്ത് വയ്യേ, എടുത്ത് വയ്യേ. ഇങ്ങോട്ട് നോക്കി, എന്തുവാ ഇത്? ചേടാ, ഇത് വള്ളിക്കൊട്ടയായിരുന്നു. അത് നോക്കട്ട്, ഇതിനകത്തിരുന്ന ചേനയും ചേമ്പും കാച്ചിലും ഒക്കെ എവിടെ? അതൊക്കെ അമ്മാമ്മ വന്ന വഴിക്ക് എടുത്ത് തിന്ന്. തീറ്റ് ഭ്രാന്ത്. ഒരു 10 മിനിറ്റോടെ താമസിച്ചിരുന്നെങ്കിൽ ഈ വള്ളിക്കൊട്ടയും എവിടെ തിന്ന് നിന്റെ മുളിയും പഠിച്ചു വെച്ച് തിന്നേനായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലേ എന്റെ ചൂടാവേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ നിർത്തുവോ? നിങ്ങൾ എപ്പോ നോക്കിയാലും ഇങ്ങനെ വഴക്കെന്തിനാ? ഞാൻ ഇവിടെ ഒരു ഗർഭിണി പെണ്ണ് ഇവിടെ നിൽക്കുന്ന കാണാൻ വയ്യേ. നിങ്ങളൊന്ന് സമാധാനമായിട്ടിരിക്കും. അമ്മാമ്മേ, അമ്മാമ്മക്ക് കഞ്ഞി എടുക്കട്ടെ. ഇത് വേണ്ടാന്ന് എനിക്കെടു മോളെ ഇച്ചിരി. അത് വേണോന്നാടി അമ്മാമ്മ പറയുന്നത്. വേണ്ടാന്ന് നിങ്ങൾ കാണിച്ചത്. എടി, അത് വേണോന്നാടി ഒച്ചേ. ഇങ്ങനെ കള്ളം പറയുന്നത് കളവിയെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എന്റെ അമ്മേ, എന്റെ അമ്മാമ്മ അങ്ങനാ. പണ്ട് ഞങ്ങളുടെ വീട്ടിലെ ഈ കറണ്ടിന്റെ ഫീസ് അടിച്ചങ്ങ് പോയി. അപ്പൊ ഈ ഫീസ് കെട്ടാൻ പുറത്തുനിന്ന് ആള് വന്നാൽ കാശ് കൊടുക്കണ്ടേ? കാശ് കൊടുക്കാതിരിക്കാൻ വേണ്ടി അമ്മാമ്മ തന്നെ ഫീസ് ഇങ്ങനെ കടിച്ച് കെട്ടിയിട്ട് അന്ന് കറണ്ട് അടിച്ചതാ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിറയല് വരും. ചുമ്മാ അല്ല, അന്ന് കെട്ടിയിട്ട പീസിന്റെ ഒരു കമ്പി താണ്ട പല്ലേ കുരുങ്ങി കിടക്കുന്നത് നോക്കട്ടെ. ആണാണ്ടാ? അതല്ല, പിന്നെ ഇതേ വെപ്പോല് ഊരിപ്പോയിരിക്കാൻ വേണ്ടി നൂൽക്കമ്പിട്ട് കെട്ടി വെച്ചേക്കും. നന്നായി കേട്ടോ. കേട്ടോ, കൊള്ളാം, നല്ല സൂപ്പർ ആയിരിക്കുന്നു. അവിടെ ഗുരുദോഷം പറയാതെ കാലുവടക്ക് ഒരൊറ്റ അട്ടി വെച്ചല്ലേ. ഇത് കാലം അതെ കാലും ചാണിയോ? അടുത്ത ഭ്രാന്ത് തുടങ്ങി. അപ്പൊ നമ്മള് ആവേശത്തോടെ കാത്തിരിക്കുന്ന എന്റെ ഡെലിവറി അടുത്തിരിക്കുകയാണ്. ഓടി അവിടുന്ന് ഇതൊക്കെ വിളിച്ച് പറയുന്നത്. ഈ സമയത്ത് പെങ്കൊച്ചുങ്ങൾക്ക് ഇങ്ങനെയുള്ള എനക്കെട്ടുകളൊക്കെ ഉണ്ടാവും. എങ്ങനെയുള്ള കൃമികടി? ഡെലിവറി അങ്ങനെയാണോ? അപ്പൊ സോറി ഗേസ്. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഞാനൊരു ഗർഭിണിയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഗർഭിണി ഷെയർ ചെയ്യണം കേട്ടോ. ദൈവമേ, ഈ
കണ്ടതായിട്ട് ഇതെന്തൊക്കെയായി വിളിച്ചു പറയുന്നേ? എന്താണ്? എന്റെ ദൈവമേ, എനിക്ക് വയ്യ. എടേ, എടി ഉഷ, നീ കേട്ടോടി നിന്റെ മരുമകളീ പറയുന്ന തോന്നിവാസങ്ങള്? കാര്യം പറയുന്നത് എടി, ഇവരുടെ ഗർഭത്തിൽ നാട്ടുകാർക്ക് മൊത്തം ഷെയർ ഉണ്ടെന്നടി. എന്റെ ദൈവമേ, എന്റെ അമ്മാമേ, ഞാൻ എന്റെ വീഡിയോ ഷെയർ ചെയ്യണമെന്നോ പറഞ്ഞു. അമ്മാമ്മ ഇത് എന്തു അമ്മാമ്മ കൊന്ന് അങ്ങനെയാന്നോ? ഗെയ്സ്, ഇതാണ് എന്റെ അമ്മാമ്മ, എന്റെ അമ്മയുടെ അമ്മ. എല്ലാരും കണ്ടോ? അമ്മാമ്മ ഒരു ഹായ് പറ. ഹായ്. അത് തന്നെ. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്റെ കപ്പയും കാന്താരിയും എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കപ്പയും കാന്താരി അല്ല, കപ്പയും ചുണ്ടലി. ഈ കപ്പ ഏറ്റവും കൂടുതൽ തിന്നുന്നതാരാ? അതെനിയാ ചുണ്ടലിയാണല്ലോ. അമ്മാമേ, കപ്പയും ചുണ്ടലിയും അതല്ലേ നല്ലത്? ഉഷേ, ഓ, നീ ഇങ്ങോട്ട് ഇളക്കല്ലേടി, ഇങ്ങോട്ട് ഇളക്കല്ലേ. ആ തുടുപ്പങ്ങ് നിന്റെ കയ്യിലോട്ട് വെച്ചാ മതി കേട്ടോടി. ഏറ്റില്ല. മിണ്ടല്ലേ ഗൾഫിൽ നിന്ന് സുഖമായിട്ടും വിളിക്കുന്നു. ഇത് അങ്ങോട്ട് എന്റെ മോനെ ഗൾഫിൽ നിന്ന് വിളിക്കുന്നേ. സുഖാണാ? ആഹാ, എന്നാ പിന്നെ ചെറുക്കനോട് എനിക്ക് അല്ല, എനിക്ക് രണ്ടു വാക്ക് സംസാരിക്കണം അവന്റെ അടുത്ത്. നീ അങ്ങോട്ടൊന്ന് മാറുന്നില്ലടി ഉഷ, എനിക്ക് ചെറുക്കനോട് ചിരി വർത്താനം പറയാനുണ്ട്. എന്തൊരു കുരുവെന്ന് പറയടാ ഇത്. മക്കളെ സുഖമേ? എടാ, എന്തുടാ വിശേഷം? സുഖമാണോടാ? അവനവിടുന്ന് പുഴുക്കുവാ. മക്കളെ, അമ്മാമ്മയും കൂടെ അങ്ങോട്ടൊന്ന് കൊണ്ടുപോകണം കേട്ടോടാ. എന്റെ അമ്മാമ്മ ഗൾഫിലൊക്കെ പോണെങ്കിൽ വിസ വേണം. അത് പോകുന്ന വഴി ഏതെങ്കിലും കടയിൽ നിന്ന് രണ്ടെണ്ണം വാങ്ങി പൊതിഞ്ഞോട്ട് പോയാ പോരായോ? പിസ അല്ല വിസ. മക്കളെ, ഇവടെ പോകുന്നടാ. എടാ, ഇങ്ങോട്ട് വാടാ കൊച്ചേ. എടാ, ദൂരോട്ട് പോവാതെടാ. എടാ കൊച്ചേ, ഇങ്ങോട്ട് വാടാ. എടാ മക്കളെ, ഇങ്ങോട്ട് വാടാ. ചേട്ടാ, ഗവന് പണ്ടാ എന്നെ പേടിയാ. എടാ, ഇങ്ങോട്ട് വാടാ, ഞാനാ വരച്ചെടുത്ത് കൊണ്ടുവന്നത് കേട്ടോ. എന്റെ മോനെ സംസാരിക്കാൻ നിങ്ങൾ സമ്മതിക്കത്തില്ല. എന്റെ പൗണ്ട് ഭഗവാനെ, 24 മണിക്കൂർ തിന്നുന്ന ഒരു ഭ്രാന്തി തള്ളയും താണ്ട യൂട്യൂബിൽ നോക്കി പ്രസവിക്കുന്ന ഒരു മരുമോളും. ഇങ്ങനെയുണ്ട് ഒരു പ്രസവം. നിന്റെ അമ്മായിയമ്മ താണ്ട പ്രസവം പറഞ്ഞു കണ്ട തുള്ളി ചാടുന്നു. എടി, അവർക്കൊക്കെ എന്തോ അറിയാം പ്രസവത്തിനെ കുറിച്ച്. ഇതൊക്കെ പണ്ടത്തെ കാലത്ത്. കേക്കട്ടെ. എന്റെ അമ്മ തന്നെ എന്റെ പൊന്നു മക്കളെ 7ാം മാസത്തിലാ എന്നെ ഇങ്ങോട്ട് പ്രസവിച്ചിട്ടത്. സത്യമായിരിക്കും. കാരണം ഇവരെ ശല്യം കാരണം 10ാം മാസത്തിൽ പ്രസവിക്കേണ്ട അമ്മ 7ാം മാസത്തിൽ പ്രസവിച്ചിട്ട് ചുടുകാട്ടി പോയി ഒളിച്ചിരിക്കുക. ഞാൻ എന്റെ കൊച്ചിനോട് പറയല്ലേ. അമ്മാമ്മ പറയാം. മക്കൾ ഇത് കേക്കടി. എന്റെ അമ്മ നല്ല 1-ാം തരം വരിക്കച്ചക്ക തിന്നോണ്ടിരിക്കുമ്പോഴാ അമ്മാവെ പ്രസവിച്ചിടുന്നത്. അയ്യോ, എനിക്ക് തെറ്റി. അമ്മ പ്രസവിച്ചതല്ല, പരിക്കച്ചക്കയുടെ മണം അടിച്ചിട്ട് ഇവർ ഇറങ്ങി വന്നത്. അമ്മാമ്മ പറയട്ടെ. നീ ഇപ്പൊ കേക്കണ്ട പാടത്തിന്റെ പാട്ടിന്. അല്ല, പറയാമേ, കേക്കട്ടെ. പറ. അല്ലടി മക്കളെ, പണ്ട് അമ്മ മൂത്തവനെ നിറപറയോടിരിക്കുന്ന കാലത്ത് എന്ത് കെട്ടുകാഴ്ച വല്ലതും ഉണ്ടായിരുന്നു? നിറപറയോട്ട് ഇരിക്കുന്ന കാലത്ത് അന്ന് ഇന്നത്തെ കാലം പോലെ ആന്നോ മക്കളെ? വഞ്ചിയ വെള്ളം എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? വീട്ടിനടുത്ത് തോടാ പുഴയോ വല്ലതും ഉണ്ടോ? പിന്നെ എന്താ വലിക്കാനാ വഞ്ചിയും വെള്ളം? കടയാവുമ്പോ ഒരു ഓളം ഒഴുക്കും ഒക്കെ വേണ്ടായോ? കൂടുതൽ അങ്ങോട്ട് ഒഴുകണ്ട, നേരെ അങ്ങ് അറബിക്കടലിൽ ചെല്ലും. ചെന്ന് കഴിഞ്ഞ കൊമ്പസ്രാവ് വലിച്ചങ്ങ് ഊക്കി കയറ്റും. എവളെ കൊണ്ടൊരു കാര്യം പറഞ്ഞല്ലേ ഉള്ളു. പറ. അമ്മാമ്മ പറയട്ടെ. അങ്ങനെ അമ്മാമ്മ ദൈവമേ കാലത്തെ തൊട്ട് പ്രസവ വേദന കൊണ്ട് പൊളയുന്നു. കാണിച്ചേ. അമ്മാമ്മ പ്രസവ വേദന കൊണ്ട് പൊളയുന്നു. ഇവിടെ കുളിരുകോരി ഇടുവാന്ന് പറയൂ. തരത്തിലല്ലല്ലോ ഇവളെ കൊണ്ട്. അല്ല, പറ കേക്കട്ടെ. മക്കളെ, അങ്ങനെ അമ്മാമ്മ പ്രസവ വേദന കൊണ്ട് പൊളയുന്നു. പൊളഞ്ഞ് വെള്ളവും മഞ്ചൊന്നുമില്ല, നേരത്തെ പറഞ്ഞായിരുന്നു. അങ്ങനെ അത് ഞാൻ എന്നെ കോരിയെടുത്ത് സൈക്കിളിന്റെ പുറകിലോട്ട് വെച്ച് അങ്ങ് കെട്ടി. എന്നിട്ട് എന്നെ വെച്ചും കൊണ്ട് ചവിട്ടി ഇങ്ങനെ പോവാ. എന്റെ പൊന്നു മക്കളെ, ഇച്ചിരി അങ്ങോട്ട് ചെന്നപ്പോ എന്തുവാ കുത്തൊരു തേരി. മക്കളെ, ഭയങ്കര കയറ്റോടി. അത് ഞാൻ എന്നോട് പറയുവാ, എന്റെ ജാലമ്മേ, എന്റെ മോളെ, ഈ സൈക്കിളെ തന്നെ പിടിച്ചിരുന്നു, ഞാൻ എങ്ങനെങ്കിലും ഇത് ചവിട്ടി കേറ്റിക്കോളാം. അന്നത്തെ ഭർത്താക്കന്മാരെ സ്നേഹം ഇല്ലയോ? നിന്റെയൊക്കെ കണക്ക് വല്ല ആന്നോടി? ഞാനെന്ന് പറഞ്ഞ ജീവനാ വഴിക്ക് കൂടെ. ഇതും പറഞ്ഞേച്ച് അത് ഞാൻ എന്നെ വെച്ചും കൊണ്ട് ഏറ്റം എന്റെ പൊന്നു ദൈവമേ, ഇരുന്ന മനുഷ്യൻ സീറ്റയിൽ എണീറ്റ് നിന്ന് ചവിട്ടുവാ. 1 ചവിട്ടി, 2 ചവിട്ടി, 3ാമത്തെ ചവിട്ടിന് എന്റെ അമ്മേന്നൊരു നിലവിളിയാ. സൈക്കിളെ പെറ്റോ? പിന്നെ പെറ്റിൽ കട്ടേ നദിയാന്റെ കാല് തെറ്റി. അപ്പൊ ചുരുക്കി പറഞ്ഞ ഫാക്ടറിയിൽ നിന്ന് പുതിയ പ്രൊഡക്റ്റ് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ കമ്പനി പൂട്ടി. അവർക്ക് മനസ്സിലായില്ലടി മക്കളെ. മനസ്സിലായവരൊക്കെ അവിടുന്ന് ചിരിക്കുന്നുണ്ട്. പ്രായം കുറെ ആയില്ലയോ? കുറച്ച് സമയം എടുക്കും കത്തി വരാനായിട്ട് കേട്ടോ. പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. എന്നാ പിന്നെ അത് കഴിച്ചേച്ച് ഇരിക്കാം കൊച്ചുങ്ങളെ. കപ്പ് കേക്ക് അല്ല, അമ്മമ്മക്ക് എപ്പോഴും തീറ്റയുടെ കാര്യമുള്ളൂ. യൂട്യൂബിൽ പുതിയൊരു കാര്യം പറയുന്നുണ്ട്. വന്നേ, എന്തോ നോക്കട്ടെ. അതായത് ഗർഭിണിയായ സ്ത്രീകളുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടികൾക്ക് നല്ല സംഗീതം കേട്ട് കഴിഞ്ഞാൽ, ശുദ്ധ സംഗീതം കേട്ട് കഴിഞ്ഞാൽ നല്ല പാട്ടുകാരാവും, നല്ല ബുദ്ധിമാന്മാരാകും. അത് യൂട്യൂബ് കൊണ്ട് പ്രയോജനമുണ്ട് കേട്ടോ. യൂട്യൂബ്
സമാധാനം രാഗിലമാകുവാൻ ചെറുമോട മോനെ ഗർഭം ഗർഭദിനങ്ങളിൽ സന്തോഷമേകുന്ന സുകുമോന്റെ മോനെ നന്ദി. സുഖപ്രസവം. നോ സാരിക സരിക സരി സാരിക സരിഗമ പതി സാരിക സനിത സനിത സനി സാ സിസേറിയൻ സി 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 സേ റി എൻ 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 എൻ. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല പോയ. എന്നെ കൊണ്ട് പറ്റുമോ? എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. അയ്യോ കുഞ്ഞു വയറ്റിൽ കിടന്ന് ചവിട്ടുന്നു, കുഞ്ഞു വയറ്റിൽ കിടന്ന് കുത്തുന്നു, കുഞ്ഞു വയറ്റിൽ കിടന്ന് തിരിയുന്നു, ഓ ഡൈവ് അടിക്കുന്നു, സിസർ കട്ട് അടിക്കുന്നു. അയ്യോ ഇതൊക്കെ വിളിച്ച് പറ. നാട്ടുകാർ പേരിക്കും പെലയുടെ കുഞ്ഞാ വയറ്റിൽ കിടക്കുന്നത്. ഒരു കാര്യം ചെയ്, നീ മൂക്കും ചെവിയും പൊത്തിപ്പിടി. അകത്ത് കിടന്ന് ഓളടിച്ച വാള് തെറിച്ച് ഇതിലെ കൂടെ വരും. അതുകൊണ്ട് അതെന്തിനാ ചെവി പൊത്തി പിടിക്കുന്നത്? അതുമല്ല ഇങ്ങോട്ട് തെറിച്ചു വന്നാ തുടങ്ങിയേ തുടങ്ങിയേ എന്താന്ന് തുടങ്ങിയേ. ഫുട്ബോൾ കളിയാണോ? അമ്മേ എനിക്ക് പെയിൻ തുടങ്ങിയെന്ന് തോന്നുന്നമ്മേ. അകത്ത് നിന്ന് ആ ഗുളിയും എടുത്തോണ്ട് വരുമോ? ആ മേശക്കകത്തിരിക്കുന്ന നീല കവറിനകത്തിരിക്കുന്ന മഞ്ഞ ഗുളിയും എടുത്തോണ്ട് വരുമോ? ഇപ്പൊ എടുത്തോണ്ട് വരാം. അത് ഗുളികയായിരുന്നോടി? എന്തോന്ന്? എടാ അത് കാലത്തെ ലഡുവിന്റെ പൊടിയാന്ന് പറഞ്ഞ ഞാൻ എടുത്താ ഞാൻ ഇതിനെ എന്തോ ചെയ്യട്ട് മോളെ. യൂട്യൂബിനകത്ത് 1 മണിക്കൂർ പ്രസവം മാറ്റി വെക്കാനുള്ള വെള്ള വകുപ്പ് ഉണ്ടോ നോക്ക്. എന്തിന്? ഇതിനെ ഞാൻ നിന്റെ കുടുംബത്തെ ഉണ്ടാക്കിയിട്ട് വരാം. ഇല്ലെന്നുണ്ടെങ്കിൽ നിനക്ക് പ്രസവിക്കുന്ന കൊച്ചിന് വാലും കിട്ടത്തില്ല, നിനക്ക് കുറുക്കി വെച്ചേക്കുന്ന കുറുക്കം കിട്ടത്തില്ല. കുറുക്കല്ല അച്ഛൻ കേറി വേണം പിള്ളേ. എനിക്ക് ആദ്യം ഉണ്ടല്ലോ സജേണ്ണനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ സജേണ്ണൻ ചെയ്യായിരുന്ന ക്യാരക്ടർ അല്ലയോ? പക്ഷെ ആ മറ്റേ ഇതിന്റെ പൊക്കത്തിൽ കയറിയിരുന്ന് വരാൻ പറ്റില്ലാത്തോണ്ട് അല്ലേ? അതുകൊണ്ടല്ലേ എനിക്കത് തോന്നിയായിരുന്നു. പക്ഷെ അമ്മൂമ്മ റോക്സ്. അതെ സത്യം. നമ്മൾ എങ്ങനെയായിരുന്നു സജേണ്ണൻ ആ ക്യാരക്ടറിൽ വരുമ്പോ ഉണ്ടാവുന്ന ഒരു ഗ്രൂപ്പില്ല എന്ന് പറയുന്ന പോലെയാണ്. ഓ അത് പല്ലില് കമ്പിയിട്ട് ഇത്രയും ഒരു അമ്മൂമ്മനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സജീവൻ ഓൾറെഡി ഫീമെയിൽ ചെയ്യുന്നതിൽ PhD എടുത്ത ആളാണ്. എവിടെ കൊണ്ടിട്ട് കൊടുത്താലും സ്ക്രിപ്റ്റിലെങ്കിലും അങ്ങനെ കളിച്ചോണ്ട് പോകും. പക്ഷെ സമ്മതിച്ചു കേട്ടോ. മനോജ് അണ്ണൻ വന്നപ്പോ നമ്മളിങ്ങനെ തെരയാണ് എവിടെയാണ് എപ്പോ വരും കാണുന്നുമില്ല. ചിലപ്പോ ആർട്ടിസ്റ്റ് ഇന്ന് ഉണ്ടാവില്ല എന്ന്. പക്ഷെ എനിക്കൊരു സംശയം, ഇൻ ബിറ്റ്വീൻ ഒരു എനിക്ക് ശ്വാസമാണോ എന്തോ ആണോ അറിയില്ല, എന്തോ ഒരു സാധനം. പക്ഷെ അപ്പോഴും എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു എന്താ അവിടെയാണോ എന്ന്. പക്ഷെ സൂപ്പർ എൻട്രി എൻട്രി വാസ് ടു ഗുഡ്. അതായത് മിമിക്രിയിൽ ഫീമെയിൽ ചെയ്യുന്ന ഒരുപാട് പേരെ നമ്മൾ കാണാറുണ്ട്. അതില് നമ്മൾ പണ്ട് മുതലേ കാണുന്നതാണ് സജീവണ്ണ. സജീവൻ ഫീമെയിൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ കറക്റ്റ് മീശയിലൊരു രോമം പോലും അങ്ങനെ വെക്കില്ല. അതുപോലെ എടുത്തു കളഞ്ഞ അത്രയും പെർഫെക്റ്റ് ആയിരുന്നു സജീവണ്ണും മനോജണ്ണും ഒക്കെ ഫീമെയിൽ ചെയ്യുന്നത്. ഈ കൊമ്പം മീശയും വെച്ചിട്ട് ഞാൻ ഈ കൊമ്പം മീശയും വെച്ചിട്ട് അത് ഈ മീശ കാണോളം ഇത്രയും മീശ വീരപ്പൻ പോലും ഇല്ല. ആ മീശയും വെച്ചിട്ട് ഈ മീശയില് മറ്റേ പിതടിക്കും അടിച്ചിട്ട് കറക്റ്റ് നമ്മൾ സ്റ്റേജിലിരുന്ന് ഈ പുള്ളി ഈ വലിയ നൈറ്റിയൊക്കെ ഇട്ട് ഫീമെയിൽ കളിക്കുമ്പോഴേ ബട്ടർ ബെന്നും കടിച്ചോണ്ടൊരു ചേച്ചി നിൽക്കുന്നു. നമ്മൾ സ്കിറ്റ് കാണുമ്പോഴേ കറക്റ്റ് ബട്ടർ ബെന്ന് കടിച്ചു പിടിച്ചോണ്ട് ഒരു ചേച്ചി സ്റ്റേജിൽ ഇരിക്കുന്നതാണ് നമ്മളെ ഫീല്. അത് വേറെ അറിയാമോ? കാരണം മീശ ഞാൻ മോഹൻലാലൊക്കെ ചെയ്യുന്നോണ്ട് മീശ എടുത്ത് കളഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാ, ഒരുപാട് ഫിഗർ ചെയ്യാനുണ്ട്. അപ്പൊ അതുകൊണ്ട് മീശ മാസ്ക് ചെയ്യാൻ വേണ്ടി ഈ പാൻ കേക്ക് ഇട്ട് മാസ്ക് ഇട്ട് കളിക്കുക. അതേ രക്ഷയുള്ളൂ, അല്ല വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാ. ഓൾറൈറ്റ്. അപ്പൊ എന്തായാലും നമ്മൾ ഇവിടെ ഇപ്പം അഞ്ജന ടോപ്പിലാക്കി, സജേണ്ണൻ പഠിപ്പിച്ച് ടോപ്പിലാക്കി, മനോജേട്ടൻ തലയിൽ വെച്ച് ടോപ്പിൽ വെച്ച് കൊണ്ടുവന്നു അല്ലേ? ഫുൾ ടോപ്പാണ് എങ്കിൽ ബാറ്ററി എത്രത്തോളം കയറിയിട്ടുണ്ട്, ചാർജ് കയറിയിട്ടുണ്ട്, എത്രത്തോളം ടോപ്പ് ആയെന്നുള്ളത് നോക്കിയാലോ? നോക്കാം. ടോപ്പിലായേ അടിപൊളി. അപ്പൊ എന്തായാലും 40,000 rupees ആണ് നേടിയിരിക്കുന്നത്. സന്തോഷായില്ലേ? ഓക്കെ, ബാങ്ക് ഓഫ് ബോംബെ come on. ഒരു സാധനം, അത് വിഷ്വലി പണ്ട് നമ്മൾ സൈക്കിൾ പഠിച്ച് എല്ലാവർക്കും കിട്ടിയിട്ടുള്ള സാധനമാണ്. ഇവര് പറഞ്ഞൊരു കഥ, കയറ്റത്തിൽ കയറി സൈക്കിൾ വിട്ടപ്പോ പെട്ടിലേന്ന് കാല് പോകൂലേ, അത് ഞാനൊക്കെ എന്റെ കൊച്ചിലെ കുട്ടിക്കാലത്തോട്ട് പോയി. നിങ്ങൾ ചിരിക്കണ്ട, നിങ്ങൾക്ക് അല്ല ഒന്നേ പെട്ടിലെന്ന കാലോടെ അല്ലെ ചെയിൻ പൊട്ടണം. അയ്യോ